നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേഡറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത കേഡറ്റിനായിട്ടും LPUP-ക്കായിട്ടും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഫ്രീ ക്ലാസുകൾ കൂടെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഫ്രീ ക്ലാസുകൾ കൂടെ ലഭിക്കുന്നതിനായിട്ട് താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ കേഡറ്റ് കഴിഞ്ഞ ഫെബ്രുവരി 21, 23 തീയതികളിലായി നടന്ന കേഡറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല അല്ലെ? അപ്പൊ ഈ റിസൾട്ട് എന്തുകൊണ്ടാണ് വരാത്തത്? അതേപോലെ തന്നെ റിസൾട്ട് വൈകുന്നു, റെക്ടിഫൈഡ് കീ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളിലേക്ക് അത് കൃത്യമായി ഞങ്ങൾ എത്തിക്കുന്നുമുണ്ട്. അപ്പൊ ആ സമയത്ത് പരീക്ഷാ ഭവന് അതിനുള്ള മറുപടി ആയിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ചെറിയ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും കൂടെ നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ കേഡറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പരീക്ഷാ ഭവന് പറയാനുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മളിപ്പോ പ്രൊവിഷണൽ കീ പ്രകാരമൊക്കെ ചെക്ക് ചെയ്തു അല്ലെ? അപ്പൊ അതിലൊരു 90 മാർക്ക് കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക? ഉടൻ തന്നെ നമ്മുടെ അടുത്ത LPUP-ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത LPUP എന്ന് പറയുമ്പോൾ 2026 അവസാനത്തോടു കൂടെ തന്നെ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, എക്സാം 27 ഉണ്ടാവും. അപ്പൊ ഓരോ ദിവസം നമ്മൾ കാത്തിരിക്കും തോറും എന്താണ് നമുക്കുള്ള സമയമാണ് നഷ്ടമായി പോകുന്നത്. ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഒരു എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കാൻ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LPUP-യുടെ ലോങ് ടേം ബാച്ചുകൾ, അത് മെന്റർഷിപ്പോട് കൂടെ വരുന്ന ബാച്ചുകളാണ് സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പൊ ലഭിക്കുന്നത്. ഓക്കെ, വെക്കേഷൻ ആണ്, നമുക്ക് പഠിക്കാൻ പറ്റിയ സമയമാണ്. അപ്പൊ ഈ ഒരു അവസരം പാഴാക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ കേഡറ്റ് ഫലപ്രഖ്യാപനം വീഴ്ചയില്ലെന്ന് പരീക്ഷാഭവൻ. കേഡറ്റ് പരീക്ഷ കഴിഞ്ഞ് 2 മാസത്തോളമായിട്ടും ഫലം പ്രഖ്യാപിക്കാത്തതിൽ വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പരീക്ഷാഭവൻ. ഫെബ്രുവരി 23, 24 തീയതികളിൽ നടന്ന എക്സാം ഡേറ്റിൽ അവർ ടൈപ്പിംഗ് എറർ ആവാനാണ് സാധ്യത. ജനറൽ കേഡറ്റ് പരീക്ഷയുടെ വിജ്ഞാപനത്തിൽ നടന്ന പരീക്ഷ കഴിഞ്ഞ് 60 ദിവസത്തിന് ശേഷമാകും ഫലപ്രഖ്യാപനം എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കാലയളവ് കഴിഞ്ഞിട്ടില്ല. പരാതികൾ പരിഗണിച്ച് അന്തിമ ഉത്തര സൂചിക രൂപപ്പെടുത്തുന്നതിനാണ് ഇത്രയും സമയം വേണ്ടിവരുന്നത്. പ്രാഥമിക ഉത്തര സൂചിക സംബന്ധിച്ച് പരീക്ഷ എഴുതിയവർ സമർപ്പിച്ച പരാതികളും വിദഗ്ധ സമിതി പരിഗണിച്ചാണ് അന്തിമ ഉത്തര സൂചികയ്ക്ക് രൂപം നൽകുന്നത്. അതാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് റെക്ടിഫൈഡ് കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ അവര് പ്രോസസിംഗ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ റെക്ടിഫൈഡ് കീ വരും. ഓക്കെ, അതിനുശേഷം എത്രയും പെട്ടെന്ന് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ റിസൾട്ട് ഒക്കെ വരട്ടെ. നമ്മൾ പ്രൊവിഷണൽ കീ വെച്ച് നോക്കിയ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് ചെയ്യുക? അടുത്ത ഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. കാരണം പരീക്ഷാഭവൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടേ ഇനി മാർക്ക് കുറവാണെങ്കിൽ ഞാൻ പഠിച്ചു തുടങ്ങൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട. ഒരു ഏകദേശം നമ്മൾ OBC ആണെങ്കിൽ 82 അല്ലെ, ഒരു 83 മാർക്കൊക്കെ 3 അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് LPUP-യുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതല്ല അതിൽ താഴെയാണ് അല്ലെങ്കിൽ ജനറൽ ആണ് 90 താഴെയാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ അടുത്ത കേഡറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിക്കുന്നതാണ് നല്ലത്. കാരണം ഈ സർവീസ് എക്സാം കഴിഞ്ഞ ഉടൻ അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ജൂണിൽ തന്നെ എന്തുണ്ടാവും? അടുത്ത കേഡറ്റിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. സോ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു സിലബസ് അല്ല. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ സിലബസ് കവർ ചെയ്യുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അത് റിവിഷൻ ചെയ്യുകയും മോഡൽ എക്സാംസിന്റെ വർക്കൗട്ടും. ഓക്കെ, അപ്പൊ കൃത്യമായി തന്നെ പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് ഈ ഒരു 180 മാർക്കിന്റെ കേഡറ്റ് എന്ന കടമ്പ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ അതിനായിട്ട് എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 കേഡറിലായി 7000-ഓളം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ. കഴിഞ്ഞ അതേപോലെ സ്പെഷ്യൽ കേഡറിലും നമ്മളോട് ജോയിൻ ചെയ്ത മുഴുവൻ അധ്യാപകരും കേഡർ ക്വാളിഫൈഡ് ആയിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയോടുകൂടെ തന്നെയുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളാണ് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകളും. അതോടൊപ്പം തന്നെ അടുത്ത LPUP, HSA പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ജനറൽ കേഡറ്റിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചും നമ്മളിപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9446537087 നമ്പർ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക. എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ വിജയം വരും. ഓക്കെ അല്ലെ? അപ്പൊ കേഡറ്റിന്റെ പുതിയ ബാച്ചുകളും LPUP-യുടെ പുതിയ ബാച്ചുകളും ഉണ്ട്. ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം റിസൾട്ട് വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൂടെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ? അപ്പൊ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.